Hello my dear children, welcome to your English class. I am your Swami teacher. We are studying the lesson The Greedy Crow and we are doing the exercises of that lesson. We didn't finish that. In this module also we are doing the same. And in the last class we were doing the language and grammar. We are doing the exercise subject pronoun and object pronoun. We are doing subject pronoun and object pronoun. Before we start our class, I need to explain something to you. That means we studied already a sentence. അല്ലേ, നമ്മൾ ഓൾറെഡി സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആസ്പെക്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു, സബ്ജക്റ്റ് ആൻഡ് വെർബ്. സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു സെൻറ്റൻസിൽ നമ്മൾ ആരെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് അതാണ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ, ആ സെൻറ്റൻസിലെ ആക്ഷനാണ് അതിനകത്തെ വെർബ് എന്ന് പറയുന്നത്. പക്ഷേ ഒന്നുകൂടെ ഉണ്ട്, ഒരു സെൻറ്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒബ്ജക്റ്റ് കൂടെയുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന, നമ്മൾ ആ ചെക്ക് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് പ്രൊനൗൺ ആൻഡ് ഒബ്ജക്റ്റ് പ്രൊനൗൺ തന്നിരിക്കുന്ന ആ പേജിൽ തന്നെയുള്ള ഒരു സെൻറ്റൻസ് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ ദ ടീച്ചർ ഹെൽപ്ഡ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ്. ദ ടീച്ചർ ഹെൽപ്ഡ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ്. ആ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ടീച്ചറാണ്. ആ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടീച്ചറിനെ പറ്റിയിട്ടാണ്. ആ സെൻറ്റൻസിലെ വെർബാണ് ഹെൽപ്ഡ്. ടീച്ചർ സഹായിച്ചു എന്നാണ് ആ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അതാണ് അതിൻ്റെ വെർബ്. ഇനി അതിൽ ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്ന മീ ആൻഡ് മൈ ഫ്രണ്ട്സ്. ടീച്ചർ ഞങ്ങളെ സഹായിച്ചു, എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും സഹായിച്ചു. അതായത് ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടീച്ചറാണ്, വെർബ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെൽപ്ഡാണ്, ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇതാണൊരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഇനി മറ്റൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ രാജു എയ്റ്റ് എ മാംഗോ. രാജു ഒരു മാങ്ങ കഴിച്ചു. അതിൽ രാജു ആണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ്, എയ്റ്റ് കഴിച്ചു ആണ് അതിലെ വെർബ്, ആക്ഷൻ വന്നിരിക്കുന്നത്. എ മാംഗോ ഒരു മാങ്ങ, അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇനി നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സബ്ജക്റ്റ് പ്രൊനൗൺ ആൻഡ് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. സബ്ജക്റ്റിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ് സബ്ജക്റ്റ് പ്രൊനൗൺ. ഒബ്ജക്റ്റിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ് ഒബ്ജക്റ്റ് പ്രൊനൗൺ. സബ്ജക്റ്റിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺ സബ്ജക്റ്റ് പ്രൊനൗൺ, ഒബ്ജക്റ്റിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ് ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് തന്നെ എടുക്കുകയാണെങ്കിൽ ദ ടീച്ചർ ഹെൽപ്ഡ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ്. ആ ഒരു സെൻറ്റൻസ് സബ്ജക്റ്റ് പ്രൊനൗണും ഒബ്ജക്റ്റ് പ്രൊനൗണും ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വരും: ഷീ ഹെൽപ്ഡ് അസ്. ഷീ ഹെൽപ്ഡ് അസ്. ഷീ എന്ന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടീച്ചറിനെ പറ്റിയിട്ടാണ്. ബിക്കോസ് ടീച്ചർ ഈസ് എ ഫീമെയിൽ. ഒരു ഫീമെയിൽ നൗണിന് പകരമായി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ഷീ ആണ്. പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന മീ ആൻഡ് മൈ ഫ്രണ്ട്സ് ആണ്. അതായത് എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെ, അതായത് ഞങ്ങളെ. ആ ഞങ്ങളെ എന്നുള്ള വേർഡാണ് അവിടെ അസ് ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ സബ്ജക്റ്റ് പ്രൊനൗൺ ആൻഡ് ഒബ്ജക്റ്റ് പ്രൊനൗൺ. സബ്ജക്റ്റിന് പകരമായി യൂസ് ചെയ്യുന്ന പ്രോനൗൺ സബ്ജക്റ്റ് പ്രൊനൗൺ, ഒബ്ജക്റ്റിന് പകരമായി യൂസ് ചെയ്യുന്ന പ്രോനൗൺ ഒബ്ജക്റ്റ് പ്രൊനൗൺ. ഇനി ഒരു ടിപ്പും കൂടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സബ്ജക്റ്റ് പ്രൊനൗൺ എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് പ്രൊനൗൺ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്, അത് ആ സെൻറ്റൻസിൻ്റെ അവസാനത്തോടു കൂടിയായിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു ഈ സബ്ജക്റ്റ് പ്രൊനൗൺ ഒബ്ജക്റ്റ് പ്രൊനൗണായിട്ട് മാറുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ, എന്ത് മാറ്റങ്ങളാണ് അത് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എന്ന ആ ഒരു വേർഡ്, ആ ഐ എന്ന പ്രോനൗൺ സബ്ജക്റ്റ് പ്രൊനൗണായിട്ട് എഴുതുമ്പോൾ നമ്മൾ ഐ തന്നെ യൂസ് ചെയ്യും. പക്ഷേ ആ ഐ എന്ന പ്രോനൗൺ ഒബ്ജക്റ്റ് പ്രൊനൗണായിട്ട് വരുമ്പോൾ ഐ മീ ആയി മാറുന്നു.
അങ്ങനെ ചില മാറ്റങ്ങൾ വരുന്ന സബ്ജക്റ്റ് പ്രൊനൗണും ഒബ്ജക്റ്റ് പ്രൊനൗണും ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ലിസ്റ്റ് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ടീച്ചർ സെൻഡ് ചെയ്ത് തരാം. ആ ഒരു ലിസ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കിയാലോ, സബ്ജക്റ്റ് പ്രൊനൗൺ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് മാറുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടില്ല, അപ്പോൾ ഈ ക്ലാസ് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ ആണ്. ഐ എന്ന സബ്ജക്റ്റ് പ്രൊനൗൺ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയി മാറുമ്പോൾ അത് ഐ മീ ആയി മാറുന്നു. നെക്സ്റ്റ് യു ആണ്. യു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയി മാറുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരുന്നില്ല, യു തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഹീ ആണ്. ഹീ സബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹീ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് വരുമ്പോൾ ഹീ ഹിം ആയിട്ടാണ് മാറുന്നത്. ഹീ ഹിം അവനോട് എന്ന് പറയുന്നു. ദെൻ ഷീ ആണ്. നെക്സ്റ്റ് ഷീ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഷീ ഹെർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഷീ ഹെർ. ഐ ടോക്ക് ടു ഹെർ. ഷീ വാസ് ടോക്കിംഗ് വിത്ത് ഹെർ എന്ന് നമ്മൾ പറയും, ഹെർ. ദെൻ ഇറ്റ് സബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് തന്നെ യൂസ് ചെയ്യുന്നു. പക്ഷേ അത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് വരുമ്പോൾ ഇറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റിന് ഒരു മാറ്റം വരുന്നില്ല. ഇറ്റ് തന്നെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ദേ ആണ്. ദേ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് വരുമ്പോൾ ദം ആയി മാറുന്നു. ദേ ദം. വി എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, അസ്, ഞങ്ങളെ എന്നുള്ള രീതിയിലാണ് അസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വേർഡ്സിൻ്റെ എല്ലാം മീനിങ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മീ എന്ന് പറഞ്ഞാൽ എന്നോട്, എന്നെ എന്നൊക്കെയാണ് അർത്ഥം. യു നിങ്ങൾ, നിങ്ങളോട് എന്നുള്ള രീതി വരുന്നു. ഹീ എന്ന് പറഞ്ഞാൽ അവനാണ്, ഹിം അവനോട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഷീ അവളാണ്, ഹെർ അവളോട് എന്ന് വരുന്നു. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. അപ്പം അതിനോട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദേ എന്ന് പറയുന്നത് അവരാണ്, ദെം അവരോട് എന്ന് പറയാം. ദെൻ വി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, ഞങ്ങളോട് എന്നുള്ളത് അസാണ്. മനസ്സിലായോ? ഞങ്ങളെ എന്നൊക്കെയാണ് അസ് എന്ന വേർഡിൻ്റെ അർത്ഥം. ദെൻ വി ക്യാൻ ഡു ദ എക്സസൈസ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ടീച്ചർ സെൻഡ് ചെയ്ത് തരാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ആണ്. വി ക്യാൻ ഡു ദ എക്സസൈസ്. ചൂസ് ദ കറക്റ്റ് പ്രൊനൗൺസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു. അപ്പം നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന പ്രൊനൗൺസ് യൂസ് ചെയ്ത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡൺ ഫോർ യു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ സെൻറ്റൻസ് വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരുന്നത് എടുത്താൽ മതി. ദിസ് ഈസ് മൈ ബ്രദർ രോഹൻ. ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് മെറ്റ് ഡാഷ്. ഹിം ഓർ ഹി. ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് പ്രൊനൗൺ സെൻറ്റൻസിൻ്റെ അവസാനമായിട്ടായിരിക്കും എന്ന്. അപ്പോൾ ഒബ്ജക്റ്റ് പ്രൊനൗൺ എങ്ങനെ വരും? ഹീയുടെ ഒബ്ജക്റ്റ് പ്രൊനൗൺ എങ്ങനെ വരും? ഹിം ആണ്. അല്ലേ? ഈസി അല്ലേ? അപ്പം നിങ്ങൾ ആ ലിസ്റ്റ് കാണാതെ പഠിച്ചു വയ്ക്കണം. സബ്ജക്റ്റായിട്ട് എന്നാ യൂസ് ചെയ്യും, ഒബ്ജക്റ്റായിട്ട് എന്നാ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ദെൻ second question, does dash know that dash have bought something from the market for dash? അപ്പോൾ ഡാഷ് കഴിഞ്ഞിട്ട് ഷീ ഓർ ഹെർ ആണ്. ഡസ് കഴിഞ്ഞിട്ട് വരുന്ന ഏതായാലും സബ്ജക്റ്റ് പ്രൊനൗൺ ആയിരിക്കും. അപ്പോൾ അവിടെ എന്നെ എഴുതണ്ടേ? ഷീ ആണ്. ഷീ നോ ദാറ്റ് ഡാഷ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പ്രൊനൗൺ ഐ ഓർ മീ ആണ്. ഡസ് ഷീ നോ ദാറ്റ് ഐ ഹാവ്, അതും സബ്ജക്റ്റ് പ്രൊനൗണിൻ്റെ ഒരു ഇതിലാണ് വരുന്നത്. ഡസ് ഷീ നോ ദാറ്റ് ഐ ഹാവ് ബോട്ട് സംതിങ് ഫ്രം ദ മാർക്കറ്റ് ഫോർ ഡാഷ്. ഷീ ഓർ ഹെർ. അവസാനത്തെ ആ സെൻറ്റൻസിൻ്റെ അവസാനമാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെർ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഷീ അല്ലെങ്കിൽ ഹെർ ആണ്. അപ്പം ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഹെർ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. ആയതുകൊണ്ട് സെൻറ്റൻസിൻ്റെ അവസാനം ആയതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് പ്രൊനൗൺ യൂസ് ചെയ്യണം. ഹെർ ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് തേർഡ് വൺ, ഐ റിമെമ്പർ ദാറ്റ്
ഡാഷ് bought a lot of fruits for dash. I remember that dash കഴിഞ്ഞിട്ട് two pronouns are there. They or them ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്രൊനൗൺ ഏതാണ് വരേണ്ടത്? they ആണ്. They bought a lot of fruits for dash. we or us. അവിടെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് us ആണ്. we എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. സോ we can use the object pronoun there, us. Fourth one, dash can swim because dash has webbed feet. Dash can swim because dash has webbed feet. Dash കഴിഞ്ഞ് വന്നിരിക്കുന്ന it or its ആണ്. it or its. അപ്പോൾ നമ്മളവിടെ എഴുതേണ്ട it can swim because it has webbed feet. കാരണം സബ്ജക്റ്റ് പ്രനൗൺ, ഇറ്റിൻ്റെ സബ്ജക്റ്റ് പ്രനൗണും ഒബ്ജക്റ്റ് പ്രനൗണും ഇറ്റ് തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് ദർ ഇറ്റ് ക്യാൻ സ്വിം ബിക്കോസ് ഇറ്റ് ഹാസ് വെബ്ഡ് ഫീറ്റ്. ഡക്കിനെ പറ്റി വല്ലതായിരിക്കും പറഞ്ഞിരിക്കുന്നത്, അതിനല്ലേ വെബ്ഡ് ഫീറ്റ് ഉള്ളത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഐ മെറ്റ് മിന്നു യെസ്റ്റർഡേ ഡാഷ് ഇൻവൈറ്റഡ് ഡാഷ് ടു ഹെർ ഹൗസ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞേക്കണേ ഐ മെറ്റ് മിന്നു യെസ്റ്റർഡേ. മിന്നുവിനെ പറ്റിയാണ് പറഞ്ഞേക്കണേ. ഐ മെറ്റ് മിന്നു യെസ്റ്റർഡേ, ഞാൻ മിന്നുവിനെ കണ്ടു ഇന്നലെ. അപ്പോൾ ആരാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്? ഷീ ഓർ ഹർ. സബ്ജക്റ്റ് പ്രനൗൺ ആയിട്ട് വരേണ്ടത് ഷീ ആണ്. ഷീ ഇൻവൈറ്റഡ് എന്നെ. ഐയുടെ ഒബ്ജക്റ്റ് പ്രനൗൺ മീ ആണ്. ഷീ ഇൻവൈറ്റഡ് മീ ടു ഹെർ ഹൗസ്. നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ, മൈ അങ്കിൾ വർക്ക്സ് ഇൻ എ ഫാക്ടറി. മൈ അങ്കിൾ വർക്ക്സ് ഇൻ എ ഫാക്ടറി. അങ്കിളിനെ പറ്റിയിട്ടാണ്. ഡാഷ് സേസ് ഡാഷ് ഈസ് എ നോയ്സി പ്ലേസ്. മൈ അങ്കിൾ വർക്ക്സ് ഇൻ എ ഫാക്ടറി. ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കിയിട്ട് വേണം എഴുതാനാണ്. അപ്പോൾ അതെന്താ എഴുതണ്ടേ? മൈ അങ്കിൾ വർക്ക്സ് ഇൻ എ ഫാക്ടറി. എൻ്റെ അങ്കിൾ ഒരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹി ഓർ ഹിം, സബ്ജക്റ്റ് പ്രൊനൗൺ ഹി ആണ്. ഹി സേസ് ഡാഷ് ഈസ് എ നോയ്സി പ്ലേസ്. ആ ഒരു ഫാക്ടറിയെ പറ്റിയാണ്. അപ്പോൾ അതെന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ നോയ്സി പ്ലേസ്. ഇറ്റ്സ്, ITS, ഇറ്റ്സ് എന്ന വേർഡിൻ്റെ അർത്ഥം അതിൻ്റെ എന്നാണ് അർത്ഥം. അതിവിടെ വരത്തില്ല. നെക്സ്റ്റ് സെവൻത് വൺ, വെൻ ദ ഡോഗ് ചേസ്ഡ് അമിത് ഡാഷ് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഡാഷ് കുഡ്. അവിടെ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നത് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം സെൻറ്റൻസ് എഴുതാനായിട്ട്. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് വെൻ ദ ഡോഗ് ചേസ്ഡ് അമിത്. ആ അമിത്തിനെ ഡോഗ് ചേസ് ചെയ്തപ്പോൾ, അമിത്തിനെ പട്ടി ഓടിച്ചപ്പം ഹീ റാൻ ആസ് ഫാസ്റ്റ് ഡാഷ് കുഡ്. അവന് പറ്റുന്ന പോലെ അവൻ ഓടി എന്നാണ് സെൻറ്റൻസ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് പ്രൊനൗൺ ആൻഡ് ഒബ്ജക്റ്റ് പ്രൊനൗൺ റൂൾ നോക്കാതെ അവിടെ ആ സെൻറ്റൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രൊനൗൺസ് നിങ്ങൾ എഴുതുക. അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? വെൻ ദ ഡോഗ് ചേസ്ഡ് അമിത് ഹി റാൻ ഫാസ്റ്റ് ആസ് ഹീ കുഡ്. അവന് പറ്റുന്ന രീതിയിൽ അവൻ ഓടി, അവന് കഴിയാവുന്നത്ര വേഗത്തിൽ അവൻ ഓടി. ഹിം കുഡ് എന്ന് നമ്മൾ പറയില്ല, ഹീ കുഡ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു റൂള് നോക്കാതെ ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും പ്രൊനൗൺസ് യൂസ് ചെയ്യുക. ദെൻ ദ ലാസ്റ്റ് വൺ, ദ ടീച്ചർ സെഡ് ടു ദ ക്ലാസ് വെൻ ഡാഷ് ഹാവ് ഫിനിഷ്ഡ് യുവർ വർക്ക് പ്ലീസ് സബ്മിറ്റ് നോട്ട്ബുക്സ് ടു മീ. സോ ദ ആൻസർ, the teacher said to the class when dash after you and your. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നിങ്ങൾ ആ സെൻറ്റൻസിന് ആവശ്യമായ പ്രൊനൗൺസ് വേണം യൂസ് ചെയ്യാൻ. ദ ടീച്ചർ സെഡ് ടു ദ ക്ലാസ് വെൻ യു ഹാവ് ഫിനിഷ്ഡ് യുവർ വർക്ക്. വെൻ യു ഹാവ് ഫിനിഷ്ഡ് യുവർ വർക്ക്, അതായത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്മിറ്റ് യുവർ നോട്ട്ബുക്സ് ടു മീ. നിങ്ങളുടെ നോട്ട്ബുക്സ് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആ സെൻറ്റൻസ് നോക്കിയിട്ട് വേണം പ്രൊനൗൺസ് യൂസ് ചെയ്യാനായിട്ട്.
എപ്പോഴും സബ്ജക്റ്റ് പ്രനൗൺ ഒബ്ജക്റ്റ് പ്രനൗൺ എന്ന ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വയ്ക്കാതെ നിങ്ങൾ ഇവിടെ ആ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസ് യൂസ് ചെയ്യാനാണ് അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെൻറ്റൻസിൽ പ്രൊനൗൺസ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈസ് റൈറ്റിംഗ് സെഷനാണ്. സ്റ്റോറി റൈറ്റിംഗ്. നമ്മൾ എങ്ങനെ ഒരു സ്റ്റോറി എഴുതും എന്നാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ടു റൈറ്റ് എ സ്റ്റോറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗിവൺ ഔട്ട്ലൈൻ ഡു ദ ഫോളോയിങ്. ടു റൈറ്റ് എ സ്റ്റോറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗിവൺ ഔട്ട്ലൈൻ ഡു ദ ഫോളോയിങ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ ക്ലൂ തന്നിരിക്കും. ആ ഒരു ക്ലൂവിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്റ്റോറി എഴുതാനായിട്ട്. അപ്പോൾ സ്റ്റോറി റൈറ്റിങ്ങിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫോളോ ദ ഔട്ട്ലൈൻ ഗിവൺ ഇൻ ദ സീക്വൻസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഗിവൺ. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ആ ഔട്ട്ലൈൻ വായിച്ച് നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ക്ലൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് വേണം ആ സ്റ്റോറി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങൾ എഴുതാൻ. നെക്സ്റ്റ്, ഫ്രെയിം കണക്റ്റിംഗ് സെൻറ്റൻസസ്. അതായത് ഒരു സംഭവം കഴിഞ്ഞിട്ട് അടുത്ത ഔട്ട്ലൈൻ നോക്കി, അടുത്ത ക്ലൂ നോക്കി ആ ക്ലൂവിന് ആനുപാതികമായിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾ മേക്ക് ചെയ്യുക. മനസ്സിലായോ? അതിനോട് ബന്ധപ്പെട്ടുന്ന സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കുക. ദെൻ റൈറ്റ് എ കൺക്ലൂഡിങ് സെൻറ്റൻസ്. അവസാനം എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവർ സന്തോഷമായിട്ട് ജീവിച്ചു എന്നുള്ളത്, ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ, അങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾ അതിൻ്റെ അവസാനം എല്ലാം ശുഭമായിട്ട് അങ്ങനെ ഒരു രീതിയിൽ ആ സെൻറ്റൻസ് അവസാനിപ്പിക്കുക. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു യുവർ സ്റ്റോറി. എപ്പോഴും സ്റ്റോറിക്കൊരു ഹെഡിങ് ഉണ്ടായിരിക്കണം അല്ലേ? അതിൻ്റെ ഒരു ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ആമയും മുയലിനെ കഥ എഴുതുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച എന്താണ് ദ ഗ്രീഡി ക്രോ അല്ലേ? ആ ക്രോയുടെ കഥയായിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ഒരു ഹെഡിങ് ദ ഗ്രീഡി ക്രോ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ എന്താണോ കഥ എഴുതുന്നത് ആ കഥയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ്ങും ഒരു തലക്കെട്ട് കൊടുക്കുക. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു മസ്റ്റ് റിമെമ്പർ വെൻ യു ആർ റൈറ്റിംഗ് എ സ്റ്റോറി. അപ്പോൾ ഒരു സ്റ്റോറി നിങ്ങൾ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു ഔട്ട്ലൈൻ സ്റ്റോറി എഴുതുമ്പം ഒരു ഔട്ട്ലൈൻ തന്നിരിക്കും, കുറേ ക്ലൂസ് തന്നിരിക്കും. ആ ക്ലൂസിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്റ്റോറി എഴുതാൻ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഫോളോ ദ ഔട്ട്ലൈൻ ഗിവൺ ഇൻ ദ സീക്വൻസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഗിവൺ. ആ ഓരോ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് ക്ലൂവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോറി എഴുതുക. ഫ്രെയിം കണക്റ്റിംഗ് സെൻറ്റൻസസ്. ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് വേണം. ഒരു സംഭവം നടന്നിട്ട് അതിൻ്റെ ആ ഒരു ഓർഡറിലായിരിക്കും, ആ സംഭവങ്ങളുടെ ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് ക്ലൂ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതുക. അല്ലാതെ ആദ്യത്തെ സംഭവത്തിന് ശേഷം പിന്നെ അഞ്ചാമത്തെ സംഭവം അങ്ങനെ എഴുതിയിട്ടല്ല, അത് പരസ്പരം കണക്ട് ചെയ്ത് എഴുതുക. ദെൻ റൈറ്റ് എ കൺക്ലൂഡിങ് സെൻറ്റൻസ്. അവസാനം നിങ്ങളത് ഒരു കൺക്ലൂഡിങ് സെൻറ്റൻസ് അവസാനിപ്പിക്കുന്ന ഒരു നല്ല സെൻറ്റൻസ് എഴുതുക. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു എ സ്റ്റോറി. ഒരു നല്ലൊരു ഹെഡിങ്, ഒരു തലക്കെട്ട് കൊടുക്കുക, അതിൻ്റെ നെയിം കൊടുക്കുക, സ്റ്റോറിയുടെ നെയിം. യു ഹാവ് എ ക്വസ്റ്റ്യൻ. വീവ് എ സ്റ്റോറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഔട്ട്ലൈൻസ്. വീവ് എ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, വീവ് എന്ന് പറഞ്ഞാൽ നെയ്തെടുക്കുകയാണ്, നെയ്യുക. അപ്പം നിങ്ങളോട് കഥ നെയ്തെടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എ സ്റ്റോറി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ഇമാജിൻ ചെയ്ത് വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഭാവനയൊക്കെ ചേർത്ത് എഴുതുക. അപ്പോൾ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണ് ടീച്ചർ ഒന്ന് വായിക്കാം. എ മാൻ ഹാഡ് 3 സൺസ്. ഒരിടത്തൊരു മനുഷ്യന് 3 മക്കളുണ്ടായിരുന്നു, ആൺമക്കളുണ്ടായിരുന്നു. ഓൾവേസ് ഫൈറ്റിംഗ്. കൂടുതലും തന്നിട്ടില്ല. അവരുടെ ആ മക്കളെ പറ്റി ഒരു ഡീറ്റെയിൽസ് തന്നേക്കുന്നത്. ഓൾവേസ് ഫൈറ്റിംഗ്, അവന്മാരെപ്പോഴും വഴക്കായിരുന്നു. ഫാദർ ഡൈയിങ്. അടുത്ത ചെറിയൊരു ക്ലൂ എന്താണ്? ഫാദർ ഡൈയിങ്, അവർ എപ്പോഴും വഴക്കായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. മരിച്ചുപോയി എന്നല്ല, മരിക്കാൻ തുടങ്ങുന്നു. അച്ഛൻ മരണത്തോടടുക്കുന്നു. അപ്പോൾ കോൾഡ് ഹിസ് സൺസ്. മരിക്കാൻ നേരത്ത് മക്കളെയൊക്കെ അടുത്ത് വിളിക്കുന്നു. ഗേവ് ദം എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ടു ബ്രേക്ക് അല്ലേ? ഗേവ് ദം എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ടു ബ്രേക്ക്. അവർക്ക് മരിക്കാൻ നേരത്ത് ഈ മക്കളെ 3 പേരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, ഒരു കെട്ട് വടി അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ഓടിക്കാൻ പറയുന്നു. നൺ കുഡ് ബ്രേക്ക് ഇറ്റ്. ആർക്കും അത് ഓടിക്കാൻ പറ്റുന്നില്ല. ആ ബണ്ടിലോടെ തന്നെ ഓടിക്കാനാണ് പറഞ്ഞേക്കണേ. ദെൻ ഫാദർ അൺടൈഡ് ദ ബണ്ടിൽ. അപ്പം അച്ഛൻ എന്നാ ചെയ്യും? അച്ഛൻ ആ കെട്ട്, ആ ബണ്ടിൽ എന്ന് പറഞ്ഞ കെട്ടാണ്, ആ വടികൾ കെട്ടിയിരുന്ന ആ ഒരു കെട്ടങ്ങ് അഴിക്കുന്നു. സൺ സൂൺ ബ്രോക്ക് ദ സെപ്പറേറ്റ് സ്റ്റിക്സ്. അപ്പോൾ കെട്ടഴിച്ച് കഴിയുമ്പോൾ ഓരോ വടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആദ്യം വടികളെല്ലാം കൂടെ കൂട്ടിക്കെട്ടി, അത് കമ്പുകളെല്ലാം കൂട്ടിക്കെട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ കൂട്ടിക്കെട്ടിയിരുന്ന കെട്ട അച്ഛനങ്ങട് അഴിക്കുന്നു.
അപ്പോൾ മക്കൾക്ക് എന്നാ പറ്റുന്നു, ഇപ്പോൾ അവർക്ക് ഈസിയായി ഓരോരോ വടിയെടുത്ത് ഓടിക്കാം. ദെൻ മോറൽ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയ ഒരു മോറൽ എന്താണ്, മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ആലോചിച്ച് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് സ്റ്റോറി ഇവിടെ എന്തൊക്കെയാണ് ക്ലൂസ് നിങ്ങൾക്ക് തന്നിരിക്കണേ? എ മാൻ ഹാഡ് 3 sons. ഒരു മനുഷ്യന് ഒരാൾക്ക് 3 ആൺമക്കളുണ്ടായിരുന്നു. അവരെപ്പോഴും വഴക്കായിരുന്നു. അച്ഛൻ്റെ മരണത്തോടടുക്കുന്നു. മരിക്കാൻ നേരത്ത് മക്കളെ അടുത്ത് വിളിക്കുന്നു. അവർക്ക് ഒരു കെട്ട് വടി അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ഓടിക്കാൻ പറയുന്നു. അപ്പോൾ ആർക്കും അത് സാധിക്കുന്നില്ല, ഒരുമിച്ച് കെട്ടിവെച്ചേക്കുമല്ലേ, ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു, ആ വടിയുടെ കെട്ട് അഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ മക്കൾക്ക് ഓരോ വടിയായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കുന്നു. ഫൈനലി എന്ത് മോറലാണ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്? അത് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന ആ കഥ നിങ്ങൾക്ക് ഓർത്ത് എഴുതിയെടുക്കാനായിട്ട് പറ്റും, ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ആ സ്റ്റോറി എഴുതുക. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു മോറൽ ടീച്ചർ പറഞ്ഞു തരാം. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് ആണ് ഇതിനകത്തെ സ്റ്റോറി. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് ആണ് ഇതിനകത്തെ മോറൽ എന്ന് വെച്ചാൽ ഒരുമിച്ച് നിന്നാൽ നമ്മളെ ആർക്കും തകർക്കാനും പറ്റില്ല. അതാണ് ആ സ്റ്റോറി നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം ആ വടിയുടെ ആ ഒരു ബണ്ടിൽ അത് ഒരുമിച്ച് ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് ഓരോന്ന് ഓടിക്കാനായിട്ട് ഈസിയാണ്. ആ കെട്ടം കഴിച്ചു കഴിഞ്ഞ് ഓരോ വടിയായിട്ട് ഓടിക്കാനായിട്ട് അത് ഈസിയാണ്. അത് തന്നെയാണ് അച്ഛൻ മക്കളെ പഠിപ്പിച്ചത്. ഫൈറ്റിംഗ് ആയിരുന്നു എപ്പോഴും 3 പേരും. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരെ തോൽപ്പിക്കാനായിട്ട് ഈസിയാണ്. പക്ഷേ അവർ ഒരുമിച്ച് നിന്നാൽ അവർക്ക് നാശമുണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റോറിയുടെ മോറലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയില്ലേ? അപ്പോൾ ആ ഒരു ഐഡിയയിൽ നിന്ന് കിട്ടുന്ന സ്റ്റോറി നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെറിയ സെൻറ്റൻസിൽ എഴുതുക. Then we can take the next page. Next is the life skills. നമുക്ക് ഈ ഒരു ലെസണിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്താണ്? എന്താണ് പഠിക്കേണ്ടത്? കൈൻഡ്നെസ് ആണ്. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ കരുണയാണ്. മറ്റുള്ളവരോട് ഒരു അലിവുണ്ടാവുക. അവരുടെ വിഷമം കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു അലിവാണ് നമ്മൾ ഈ ഒരു കരുണയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. The pigeon was kind and trusted the crow, but the crow took advantage of the pigeon's kindness. Is it good to take advantage of someone's kindness? Discuss in class. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The pigeon was kind and trusted the crow. പീജൻ്റെ സ്വഭാവം എന്തായിരുന്നു? It was a very good bird, അല്ലേ? നല്ല മനസ്സുള്ള ഒരു പക്ഷിയായിരുന്നു. ആൻഡ് ഹി ട്രസ്റ്റഡ് ദ ക്രോ. ആ ഗ്രീഡി ക്രോയെ നമ്മുടെ പീജിയൻ, ആ പ്രാവ് വിശ്വസിച്ചിരുന്നു. ബട്ട് ദ ക്രോ ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ പീജിയൻസ് കൈൻഡ്നെസ്. പക്ഷേ ക്രോയ് എന്ത് ചെയ്തു? ആ പീജിയൻ്റെ കൈൻഡ്നെസ്, കരുണ ഈ ഗ്രീഡിയായ ക്രോ മുതലെടുത്തു. ടുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മുതലെടുത്തു. അതിനെ അങ്ങോട്ട് ശരിക്കും അവൻ യൂസ് ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തു, ചൂഷണം ചെയ്തു. ഈസ് ഇറ്റ് ഗുഡ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സമ്മൺസ് കൈൻഡ്നെസ്? മറ്റുള്ളവർ നമുക്കായി ചെയ്തു തരുന്ന സഹായങ്ങളെ മുതലെടുക്കാൻ കൊള്ളുമോ? അതിനെ ചൂഷണം ചെയ്യാൻ നല്ലതാണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്തതാണ് ശരിക്കും. അപ്പം നിങ്ങളത് ചെയ്യാൻ പാടില്ലെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഉണ്ടായാൽ എന്താണ് അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡിസ്കസ് ഇൻ ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമുക്കത് സാധിക്കില്ല. നമുക്കതുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട് ഈ ഒരു ലെസണിൽ. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ഓഫ് ദ ഫുഡ് ദേ ഈറ്റ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഫുഡ് ദേ ഈറ്റ്. പല തരത്തിലുള്ള ബേർഡ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പല ബേർഡ്സിൻ്റെയും പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് അവരെന്ത് ഫുഡാണ് കഴിക്കുന്നതെന്നൊന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇല്ലേ, ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രോ കഴിക്കുന്നത് ചീഞ്ഞളിഞ്ഞ വോംസൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ പിജൻ കഴിക്കുന്ന സീഡ്സും ഫ്രൂട്ടൊക്കെയാണ്. അപ്പം അതുപോലെ പല ബേർഡ്സിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ആ ബേർഡ്സ് എന്ത് ഫുഡാണ് കഴിക്കുന്നതെന്ന് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. റഫ് ബുക്കിൽ ചെയ്താൽ മതി. അപ്പോൾ വി ഹാവ് ഫിനിഷ്ഡ് അവർ ലെസൺ 5. നമ്മൾ ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് എക്സസൈസും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ ഗ്രാമർ വർക്ക്ഷീറ്റ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, അടുത്ത മൊഡ്യൂളിൽ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള എക്സസൈസസ്
ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ലെസൺ വായിക്കുക, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് കോപ്പി റൈറ്റിംഗും ഉണ്ട്. ഓക്കെ, ടീച്ചർ എപ്പോഴും പറയണ പോലെ ലെസൺ വായിക്കുക, എഴുതി പഠിക്കുക. Okay, we will meet you in the next class. Till then, bye.